വലിയ ഗൗരവത്തിൽ തല ഉയർത്തി അങ്ങനെ നിൽക്കുമ്പോ തുണി ഉരിഞ്ഞു പോയാൽ അങ്ങനെ ഇരിക്കും. ഞാനിപ്പോ ആ പരുവത്തിലാണ്. ഉരിഞ്ഞു പോയ തുണിയെടുത്ത് തലയെ കെട്ടി അങ്ങ് നിന്നു. ഗൗരവം വിടണ്ട. ഈശ്വരൻ വേണ്ടാത്തടത്ത് കയറി ഓരോ ചെയ്ത്തി ചെയ്യുന്നതേ. ഈശ്വരൻ എന്ന് പറഞ്ഞാ ഈശ്വര വിളച്ചേട്ടൻ. എന്റെ ചേട്ടാ, മൂത്ത മോനെ തോപ്പിച്ച് വയസ്സുകാലത്ത് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല, ചിലപ്പോ ഈ കുഞ്ഞ് ജനിക്കുമ്പോ എന്റെ ജാതകം മാറിയേക്കും. പലിശയ്ക്ക് മേൽ പലിശ കയറി മുടിഞ്ഞിരിക്കുകയല്ലേ. ഒരു ദിവസം നേരം വെളുത്തപ്പോ ഇവൻ കയറി അങ്ങ് ഡോക്ടറായൊന്നും അല്ലല്ലോ. വീടും പറമ്പ് ഈട് വെച്ച് പലിശയ്ക്ക് പണം എടുത്തിട്ടാ കഴിവേറ്റിയത്. ഒരു ചില്ലി കാശുണ്ടല്ലോ, തിരിച്ചടച്ചിട്ടില്ല. ജപ്തി നോട്ടീസ് വന്നാ പൊടിയും തട്ടി ഇറങ്ങി കൊടുക്കാൻ നിവൃത്തിയുള്ളൂ. അറിയോ, അവനെ റാഞ്ചി കൊണ്ടുപോയപ്പോ സ്ത്രീധനമായിട്ട് എന്ത് വാങ്ങാത്തല്ലേ കൊടുത്തത്? വേണ്ട, എന്തിനാ മറന്നു കിടന്ന് മേലോട്ട് തൂക്കുന്നേ? ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇളയവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്ക്. മൂത്തവന്റെ കാര്യത്തിൽ പറ്റിയതുപോലെ പറ്റരുത്. നല്ല സ്ത്രീധനം വാങ്ങിച്ച് കടം വീട്ടാൻ നോക്കാം. ചുമ്മാ അല്ലല്ലോ, എവന്റെ കാര്യത്തിൽ നമ്മൾ കുറെ മുടക്കിയതല്ലേ. അതെ, പ്രസവത്തിന്റെ കാര്യമൊന്നും തൽക്കാലം ഇവിടുത്തെ വാരസന് അറിയണ്ട. ഉള്ള 2-3 മക്കളങ്ങ് ബഹറിലും ദുബായിലും അവിടെ ഇവിടെയൊക്കെ ആണല്ലോ. ഇവിടെ ഞങ്ങളുടെ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോ ദേവകിയമ്മയുടെ പ്രശ്നം അറിയുമ്പോ എനിക്കും കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് ഇവിടെ തുടങ്ങിയാൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം.